കർഷകരുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങളായി ഇവർക്ക് തോന്നുന്ന സമയത്ത് ഇവർ റേറ്റ് കൂട്ടുക, അത് കഴിയുമ്പോൾ സീസണായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ റേറ്റ് കുറയ്ക്കുക. ഇവർക്ക് തോന്നിയ പോലെ നിലവിൽ റേറ്റ് കൂട്ടാൻ യാതൊരു കാരണങ്ങളും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇവർക്ക് കൂടുതലായിട്ട് വിറ്റ് എത്തുന്നില്ല, മെറ്റീരിയൽസ് തികയുന്നില്ല എന്നുള്ള കാരണമാണ് ഇവർ പറയുന്നത് റേറ്റ് കൂട്ടാൻ. അല്ലാതെ സാധനം ചിലവാകുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമാണെന്നുള്ളതല്ല, ഇവർക്ക് വിറ്റ് എത്തുന്നില്ല എന്നുള്ളതാണ് പല കാര്യങ്ങളും. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിന് ശേഷം 5 മറി ഇവരെല്ലാവരും കൂട്ടിക്കഴിഞ്ഞു. സ്വന്തമായി കർഷകരുടെ തീരുമാനപ്രകാരം ഒരു കൂട്ടൽ, അത് കഴിഞ്ഞ് ഇവരുടെ അസോസിയേഷൻ്റെ വക ഒരു കൂട്ടൽ. ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. ഞങ്ങളൊക്കെ ഇത് വാഹനങ്ങൾ കൊണ്ട് നടന്ന് ഉപജീവനം കഴിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ ഓരോ സൈറ്റുകളിൽ ചെല്ലുമ്പോഴും അവർ പറയുന്ന പരാതികൾ നിങ്ങൾ കൂട്ടി മേടിക്കുന്നതാണ്, അല്ലാതെ കർഷകരിൽ കൂടിയിട്ടില്ല, അവർ അസോസിയേഷൻ്റെ തീരുമാനമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പത്രത്തിൽ കാണണ്ടേ, വാർത്തകളിൽ കാണിക്കേണ്ട, ഇങ്ങനെ ഒരു സംഭവങ്ങളുമില്ല, ഇത് നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടുന്നതാണ് എന്ന് പറയുകയാണ്. ഒരു സുപ്രഭാതത്തിൽ നേരം വെളുത്തെണിച്ച് ഞങ്ങൾ വരുമ്പോൾ 200 രൂപ കൂടി. ഞങ്ങൾ പാർട്ടികളോട് ഓരോ റേറ്റും പറഞ്ഞിട്ടാണ് ഇത് കയറ്റാൻ വരുന്നത്. ഈ ലോഡ് കയറ്റാൻ ഞങ്ങൾ വരുന്ന സാഹചര്യങ്ങളിൽ ഇവിടെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്നത് 200 രൂപ കൂട്ടി. ഞങ്ങൾ ഇവരോട് കാലങ്ങളായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ റേറ്റ് കൂട്ടണ്ടെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു 15 ദിവസം മുമ്പെങ്കിലും ഞങ്ങളോട് പറയും, ഞങ്ങൾ അടിക്കുന്ന പാർട്ടികളോട് ഞങ്ങൾക്കും കൂടി സംസാരിക്കാനുള്ള ഒരു അവസരം തായോ, അങ്ങനെ ഇത്രാം തീയതി തുടങ്ങി റേറ്റ് കൂടുന്നുണ്ട്, അതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചിട്ടോ, അത് കഴിഞ്ഞാൽ 300 രൂപ അല്ലെങ്കിൽ 400 രൂപ കൂടുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരം തരാൻ പറഞ്ഞിട്ട് പോലും ഇവർ അംഗീകരിക്കുന്നില്ല. സഹകരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പല പ്രാവശ്യം സംസാരിക്കുമ്പോഴും ഇതിൻ്റെ ഓണർമാർക്കോ ആർക്കോ സംസാരിക്കാൻ ഒഴിവില്ല. ഇവർ ഓണർമാരെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, മുതലാളിമാരെ നമ്പർ ചോദിച്ചാൽ തരില്ല. തൊഴിലാളികൾ പറഞ്ഞു ഞങ്ങൾ പണിക്കാരാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇനിയും ഈ ധിക്കാരം അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്. അതുകൊണ്ട് ഇതിൽ അടിയന്തരമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഒരു ഇടപെടൽ ഉണ്ടാവണമെന്ന് ആണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്.